നിയമസഭയിലടക്കം ചർച്ചയായെങ്കിലും ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റൂട്ടിലെ തകർന്നു കിടക്കുന്ന ഭാഗം താൽക്കാലികമായി പോലും നന്നാക്കാതെ അധികൃതർ. റോഡ് ആര് നന്നാക്കുമെന്ന കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിൽ തർക്കം തുടരുകയാണ്. റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികളിൽപ്പെട്ട ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. ആലുവ പെരുമ്പാവൂർ റോഡ് ജലജീവൻ മിഷന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി ചെയ്താണ്. 8 മാസമായി റോഡ് കേടായി കിടക്കുകയാണ്. 8 മാസം. അപ്പോൾ PWDക്കെതിരായിട്ട് വലിയ വാർത്തകളാണ് എല്ലാ ദിവസവും പത്രത്തിൽ. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഒരു ബുദ്ധി കാണിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചു, ഈ റോഡ് ഞങ്ങളുടേതല്ല. ആലുവ മൂന്നാർ ഹൈവേയിൽ ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റോഡിലെ 4 കിലോമീറ്റർ ദൂരം കഴിഞ്ഞ ഒരു വർഷമായി ജനങ്ങൾക്ക് സാഹസിക യാത്രയാണ്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാനാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. കരാറുകാരന്റെ മെല്ലെപ്പോക്കിൽ പണി നീട്ടി മഴക്കാലം വരെ എത്തിച്ചു. ഇപ്പോൾ പലയിടത്തും റോഡാണോ തോടാണോ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥ. കാൽനട യാത്ര പോലും ചിലയിടങ്ങളിൽ അസാധ്യം. ബൈക്ക് യാത്രക്കാർ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴികളിൽ വീണ് അപകടമുണ്ടാകുന്നത് പതിവായിരിക്കുന്നു. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ റോഡ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയതാണെന്ന് ബോർഡ് സ്ഥാപിച്ച് പൊതുമരാമത്ത് വകുപ്പ് കൈകഴുകി. പണി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് കരാറുകാരനെ ചുമതലപ്പെടുത്തിയെങ്കിലും പണി നടത്താതെ നീട്ടിക്കൊണ്ടു പോകുകയാണെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. തർക്കം അവസാനിപ്പിച്ച് താൽക്കാലികമായെങ്കിലും റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണിത്. മൂന്നാർ പോകുന്ന റോഡാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന റോഡാണ്. ആ റോഡിന്റെ അവസ്ഥയാണ് ഇത്. നമുക്ക് ബൈക്കിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സ്കൂളുള്ള ദിവസങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ബ്ലോക്കാണ് മുഴുവൻ സമയം. റോഡ് വളരെ കാലമായി ഇങ്ങനെ മോശമായിട്ട് കിടക്കണം. നന്നാക്കാൻ ആരും വന്ന് നന്നാക്കുന്നില്ല. നന്നാക്കാനായിട്ട് വരാമെന്ന് പറയും, ആരും വരില്ല. വണ്ടി കൊണ്ടുവന്ന് കുറെ കല്ലിട്ടുണ്ട് പോകും. ഇങ്ങനെ വളരെ നാളുകളായി എല്ലാവരും വളരെ വിഷമത്തിലാണ്. ഇവിടെ വാട്ടർ അതോറിറ്റിക്കാരെ അറിയാത്ത ആൾക്കാരെ കൊണ്ട് പണിയിപ്പിച്ച് 30 ദിവസം 20 ദിവസമൊക്കെ ആയിട്ട് നീട്ടി റോഡ് ഇങ്ങനെ ആക്കാൻ കാര്യം. ഒരു വർഷമായില്ലേ? ഒരു വർഷത്തിൽ കൂടുതലായി ഇത്. എന്താ പറയുന്നത്, അവിടെ പൊട്ടുമ്പോൾ ഇവിടെ പൊട്ടും, ഇവിടെ പൊട്ടുമ്പോൾ അവിടെ പൊട്ടും. അപ്പൊ അങ്ങനെ ആയി വാട്ടർ അതോറിറ്റിക്കാരാണ് ഈ റോഡ് ഈ വശമാക്കി കാട്ടേക്കുന്നത്. വലിയ കുഴികൾ രൂപപ്പെട്ട ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. നാട്ടുകാർ സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകൾ മാത്രമാണ് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടാൻ നാട്ടുകാരെ സഹായിക്കുന്നത്. റോഡിന്റെ മോശം അവസ്ഥ കാരണം രൂക്ഷമായ ഗതാഗതക്കുരുക്കും പതിവാണ്. ന്യൂസ് മലയാളം, കൊച്ചി.